ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ എവിടെയാണെന്നല്ലേ, ഗുളുവിൻ്റെ ഡാൻസ് സ്കൂളിലാണ്. ഇന്ന് ഡാൻസ് സ്കൂളിൽ നിന്ന് ടൂർ പോവാണ്. ഞങ്ങളങ്ങനെ ബസ്സിൽ കയറിയപ്പോൾ കലാവിരുതുകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് പോയത് ഒരു മ്യൂസിയത്തിലാണ്. പക്ഷേ ഇവിടെ ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് അധികം വീഡിയോസ് ഒന്നും എനിക്ക് ഇവിടുന്ന് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് ഏതോ ഒരു കുട്ടി എനിക്ക് ഇട്ട് തന്നതാണ് ഈ ഒരു ഭാഗമൊക്കെ. ഇത് ഞങ്ങൾ അവിടെ വെച്ചെടുത്ത ഒരു പിക്കാണേ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ അതേണ്ട ഹൗസ് ബോട്ടിൽ കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മുടെ ഹൗസ് ബോട്ടൊക്കെ വന്ന് കിടപ്പുണ്ട്. അതേണ്ട ഇത് ഞങ്ങൾ ഹൗസ് ബോട്ടിൽ കയറിയിട്ടെടുത്ത ഒരു പിക്ക്. ഇതേണ്ട ഇപ്പം നമ്മുടെ ഹൗസ് ബോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അവിടുത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടികളെ താഴെ ഇരുത്തിയിട്ട് ഞങ്ങൾ നേരെ മണ്ടയ്ക്ക് വന്ന് ഇരുന്ന് കാഴ്ചകൾ കാണുക. അവരെയും കൊണ്ട് മണ്ടയ്ക്കിരിക്കാൻ കഴിയില്ല. ഇതേണ്ട നമ്മളിപ്പോൾ കാണുന്ന നേരെ ആ റെഡ് കളറിലുള്ള ഒരു ബ്രിഡ്ജാണ്. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അത് ദൂരേന്ന് കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. അങ്ങനെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഒരുപാട് ഹൗസ് ബോട്ടുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ വഴി സ്പീഡ് ബോട്ടുകാർ വന്ന് ചോദിക്കുന്നുണ്ട് കയറാൻ താല്പര്യമുള്ളവർ വരാൻ. നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് 2 ബോട്ടുകൾ വന്ന് നിൽപ്പുണ്ട്. അപ്പം താല്പര്യമുള്ളവരെല്ലാം എന്താ ജാക്കറ്റ് ഇടുന്നുണ്ട്. ഒരാൾക്ക് 300 രൂപ വെച്ചാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് പേടിയായതിനാൽ ഞങ്ങൾ കയറിയിട്ടില്ല. മറ്റുള്ളവരുടെ യാത്ര കണ്ട് ആസ്വദിക്കുകയാണ്. അങ്ങനെ ഒരു ട്രിപ്പ് പോവുകയാണ്. അവർ പോയി തിരിച്ചു വന്നു. അവരെല്ലാം നനഞ്ഞാണ് വന്നത്. അടുത്ത ട്രിപ്പുകാരാണ് ഞാൻ കണ്ടപ്പോഴേ പേടിച്ചു പോയി. നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ, അതുപോലെ സ്പീഡിലാണ് അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാണാൻ നല്ല രസമാണ്. അങ്ങനെ ഞാൻ നേരെ താഴെ വന്നു. കുട്ടികളാണെങ്കിൽ ഡാൻസിൽ കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പാട്ടൊക്കെ വെച്ച് കൊടുത്ത് കുറച്ച് നേരം അവർ ഡാൻസൊക്കെ കളിച്ചു. അവിടുന്ന് നേരെ ഞങ്ങൾ പോയത് ആലപ്പുഴ ബീച്ചിലാണ്. ബീച്ച് കണ്ടതും പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷം. കടലിലിറങ്ങാനുള്ള തയ്യാറെടുപ്പും. നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരാണ് ഈ നിൽക്കുന്നതും വന്നുകൊണ്ടിരിക്കുന്നതും എല്ലാം. അങ്ങനെ പെതുക്കെ ഞങ്ങൾ അവിടുന്ന് കടലിലോട്ട് ഇങ്ങനെ നടന്ന് നീങ്ങുകയാണ്. കുട്ടികൾക്ക് എങ്ങനെയെങ്കിലും കടൽ തീരത്തെത്തിയാൽ മതി എന്നുള്ള ഇതിലും. ഇതവിടെ വെച്ച് ഞങ്ങളൊരു പിക്കെടുത്തതാണ്. അങ്ങനെ നമ്മൾ കടൽ തീരത്തെത്തി. ഇനി നമുക്ക് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. കുട്ടികളാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. കുറച്ചു നേരം ഞങ്ങൾ അവിടെ നിന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടികളെയൊക്കെ വിളിച്ച് അവിടെ നിന്ന് കറങ്ങാനായിട്ട് പോവുകയാണ്. അതിനിടയ്ക്ക് അവർക്ക് കുറച്ച് 2 ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്തു. അപ്പോഴത്തേക്ക് ഇരുട്ട് കയറി വരുന്നുണ്ട്. ആകാശമെല്ലാം കറക്കുന്നു. എല്ലാ കടകളിലും വെട്ടവും വന്നു. അങ്ങനെ ഞങ്ങൾ പെതുക്കെ അവിടെ നിന്ന് നടക്കുന്നു. കാല് മൊത്തം മണ്ണായതുകൊണ്ട് ഞങ്ങൾ ചെരുപ്പൊന്നും ഇട്ടിട്ടില്ല. കൈ പിടിച്ച് പെതുക്കെ നടക്കുക. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ഒരുപാട് ഉപ്പിലിട്ട മാങ്ങകളും അതും ഇതുമൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ. അതുപോലെ ഒരുപാട് കുട്ടികളുടെ ടോയ്സ്. ഞങ്ങൾ ഈ നേരെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ബജിക്കടയിലോട്ടാണ്. ഇത് രണ്ടുമാണ് ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ചത്. അവിടെ നിന്ന് നേരെ ബസ്സിലോട്ട്. അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. എല്ലാ കുട്ടികളുടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട് വിളിക്കാൻ. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട്. എന്നെ വിളിക്കാൻ എൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. ഞങ്ങളും പോവുക. അപ്പം ശരി, അടുത്ത വീഡിയോയിൽ കാണുന്നവിടെ